രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ച വർഷമാണ് കടന്നുപോകുന്നത്. കാനഡയിലെ ഭരണമാറ്റം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ബലാത്സംഗ കേസ് വരെ നീണ്ട സംഭവബഹുലമായ വർഷം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും പ്രതിപക്ഷ ആരോപണങ്ങളും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയ വർഷം. വോട്ട് ചോർത്തലും EVMന്റെ വിശ്വാസ്യതയും ചർച്ചയായ കാലം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത്. CPMന് തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് UDF ആണ്. 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണത്തിലും UDF അധികാരം പിടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDA വിജയവും ചരിത്രപരം. 40 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ച് 101 അംഗ കൗൺസിൽ 50 സീറ്റുകൾ നേടിയാണ് BJP അധികാരം പിടിച്ചത്. മുൻ DGP R ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ചത് ഈ മുന്നേറ്റത്തിന് കരുത്തേകി. കേരളത്തിന്റെ വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2025 പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത തുറമുഖം ആദ്യ വർഷം തന്നെ 13.25 ലക്ഷം TEU കാർഗോ കൈകാര്യം ചെയ്യുകയും 97 കോടി രൂപ വരുമാനം നേടിത്തരികയും ചെയ്തു. അതേസമയം ദേശീയപാത 66ന്റെ വികസനം അതിവേഗം പുരോഗമിക്കുമ്പോഴും സുരക്ഷാ വീഴ്ചകൾ ആശങ്കയുണ്ടാക്കി. ഡിസംബർ 5 മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന പാത തകർന്നതും അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിലെ തൂൺ തകർന്നുണ്ടായ അപകടവും വലിയ ജനരോക്ഷത്തിന് കാരണമായി. സിൽവർ ലൈൻ പദ്ധതി കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. സാങ്കേതിക മികവിൽ കേരളം മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. ഓഗസ്റ്റ് 21 കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഡിജി കേരളം പദ്ധതിയിലൂടെ 105 വയസ്സുള്ളവർ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പരിശീലനം നേടിയെന്നത് ശ്രദ്ധേയമാണ്. മലയാള സിനിമയിലെ വ്യവസ്ഥാപിതമായ ലൈംഗിക അതിക്രമങ്ങൾ, ലിംഗവിവേചനം, ഇൻഡസ്ട്രി നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പുകൾ എന്നിവയെക്കുറിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തലുകൾ നടത്തി. ഇത് ചലച്ചിത്ര മേഖലയിൽ വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കും ഭരണപരമായ മാറ്റങ്ങൾക്കും കാരണമായി. അമ്മ സംഘടനയിലെ നേതൃമാറ്റം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ 2024 സെപ്റ്റംബറിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു. തുടർന്ന് 2025 തുടക്കത്തിൽ സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിലാദ്യമായി വനിതകൾ നേതൃത്വത്തിലേക്ക് വന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ ADGP H വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ MLA M മുകേഷ്, നടൻ സിദ്ദിഖ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചതായി സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും അതിജീവിച്ചവരുടെ സഹകരണക്കുറവ് മൂലം 35 കേസുകൾ അന്വേഷണ സംഘത്തിന് അവസാനിപ്പിക്കേണ്ടി വന്നു. ലിംഗസുരക്ഷയും തൊഴിലന്തസ്സും ഉറപ്പാക്കുന്നതിനായി സർക്കാർ കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുകയും സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ നിർബന്ധമാക്കുകയും ചെയ്തു. ശബരിമലയിൽ വിഗ്രഹങ്ങളിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് കാണാതായ സ്വർണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 413 ദിവസം നീണ്ടുനിന്ന മുനമ്പം ഭൂമി തർക്കം ഒക്ടോബർ 10 ഹൈക്കോടതി വിധിയോടെ പരിഹരിക്കപ്പെട്ടു. മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ലെന്ന് കോടതി വ്യക്തമാക്കിയതോടെ അവിടുത്തെ 600 കുടുംബങ്ങളുടെ ആശങ്കയൊഴിഞ്ഞു. 8 വർഷത്തെ നിയമവിചാരണകൾക്കൊടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉൾപ്പെട്ട പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം സെഷൻസ് ഹൈക്കോടതി. കേസിൽ ഗൂഢാലോചന തെളിയിക്കാനാകാത്തതിനാൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസ് ഉയർന്നതോടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടതലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നെങ്കിലും കോടതി മുൻകൂർ ജാമ്യം നൽകി. 2 പതിറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ BJP അധികാരത്തിലെത്തി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം മഹാസഖ്യത്തെ പരാജയപ്പെടുത്തി അധികാരം നിലനിർത്തി. ദശാബ്ദങ്ങൾ പഴക്കമുള്ള MNREGAയ്ക്ക് പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ അഥവാ VBG റാംജി ആക്ട് നിലവിൽ വന്നു. കൂടാതെ ശാന്തി ആക്ട് 2025 പാർലമെന്റ് പാസാക്കി. 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കിയത് വലിയ ചർച്ചകൾക്ക് കാരണമായി. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഇത് പാർലമെന്റിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കിടയായി. കാനഡയിൽ 9 വർഷത്തെ ഭരണത്തിന് ശേഷം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതാണ് വർഷത്തിന്റെ തുടക്കത്തിലെ വലിയ വാർത്ത. മുൻ സെൻട്രൽ ബാങ്ക് ഗവർണറായ മാർക്ക് കാർണി ലിബറൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ഏപ്രിൽ 28 നടന്ന തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയെ 4ാം വട്ടവും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 50% ടാരിഫ് ഏർപ്പെടുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി ട്രംപ് വിശേഷിപ്പിച്ചത് കാനഡയിൽ കടുത്ത ദേശീയ വികാരം ഉണർത്താനും കാരണമായി. ഒപ്പം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വാണിജ്യ ബന്ധത്തെ തന്നെ മാറ്റിമറിച്ചു.
ദക്ഷിണ കൊറിയ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ജപ്പാൻ ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റങ്ങൾ. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിർണായക തിരഞ്ഞെടുപ്പുകൾ നടന്നു. അങ്ങനെ നിരവധി രാഷ്ട്രീയ വികാസങ്ങൾ കൊണ്ട് സംഭവബഹുലമായിരുന്നു 2025.